ഹായ് നോക്കൂ, ഒരു ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയോടെ ഇരിക്കുന്നുണ്ടോ? ഇനി വാ 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 ഓടി വാ, ചോദിക്കട്ടെ. വരുന്ന വരക്കം കണ്ടോ? നോക്കിയേ, എന്തൊരു ക്യൂട്ടല്ലേ കാണാവള. ഒരഴകുള്ള സുന്ദരിയാണല്ലേ. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോയിട്ടേ വീണ്ടും വിളിക്കുകയാണ്. വാ വാ, ഇനി വാടി മക്കളെ, നിന്നോട് ചോദിക്കട്ടെ, വാ. കണ്ടോ, നല്ല സ്നേഹമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതാണ് കേട്ടോ. അങ്ങനെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇതാ നോക്കിയാൽ എന്നെ കണ്ട് കാണിക്കുന്ന വേലകൾ കണ്ടോ. ഇതാ മണ്ണിൽ കിടന്ന് മറിഞ്ഞ് കാണിക്കാൻ നിൽക്കുക. അതുപോലെ തന്നെ മാമന് ഏറ്റവും കൂട്ടുകൂടാൻ ഇഷ്ടമുള്ളത് നമ്മുടെ ഈ കൊച്ചുങ്ങളെയാണ് കേട്ടോ. അവർക്കാണെങ്കിലേ പിണക്കമില്ല, ഇണക്കം മാത്രമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവരായിട്ട് കൂട്ടുകൂടാം, അവരെ സ്നേഹിക്കുന്നവർക്ക് കേട്ടോ. അല്ലാത്തവർക്ക് പറ്റില്ല. ഈ കാണുന്ന പിള്ളേരുടെ മാമൻ എന്ന് പറയുന്ന ഞാൻ അവരോട് കൂട്ടുകൂടാൻ എപ്പോഴും ഇഷ്ടം കൂടുതലാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പിള്ളേരെ സ്നേഹിക്കുന്നതും പിള്ളേർ ഞങ്ങൾക്ക് തരുന്ന ആ സ്നേഹവും അടിപൊളിയാണ്. എവിടെയും കാണാത്ത ഒരു സ്നേഹമാണ് നമ്മുടെ ഗൾഫുകളിലെ പൂച്ചക്കുട്ടികൾ കേട്ടോ. അവർക്ക് നാട്ടുംപുറം പോലെയല്ല, നല്ല സ്നേഹമാണ്. അതുപോലെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഓടില്ല, ഓടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദാ ഇതുപോലെ ഇന്ന് പരിചയപ്പെടുന്നതാണ്. ഇന്നാണ് ഞാൻ ഒരു തലോടുക തന്നെ ചെയ്യുന്നത്. എന്നിട്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ ഇത് കണ്ടോ. എന്നോട് ഒരുപാട് നാളത്തെ പരിചയം പോലെ ആ ചെറിയ കുട്ടി കാണിക്കുന്ന വേല ഉണ്ടോ. അതാ എന്താ രോമമൊക്കെ ഉള്ളേ, നല്ല കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ എല്ലാവരോടും ഇഷ്ടം കൂടി ഇവിടെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ വേറെ പറയാൻ, ഇവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കുഞ്ഞുങ്ങളെപ്പോലെ വളരുന്ന കുട്ടികളാണ് കേട്ടോ. ആരും നോക്കാനില്ല, അവരോടൊന്നും ചോദിക്കാനുമില്ല. ഒറ്റ തിരിഞ്ഞ് ആഹാരം തേടി കണ്ടുപിടിച്ച് ഭക്ഷിക്കുന്ന കുട്ടികളാണ് ഇവിടെ കുറേ ഉള്ളത് കേട്ടോ. അങ്ങനെ സ്നേഹത്തിൻ്റെ ഓരോ മാലാഹയാണ് ഇവിടെ നിറയെ വളർന്നു വരുന്നത്. അതുപോലെ തന്നെ നാട്ടിലെ കുട്ടികളുടെ മുഖഭാവമല്ല ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു മാറ്റം അനുസരിച്ചുള്ള മുഖച്ഛായുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് എല്ലാം കേട്ടോ. അതുപോലെ തന്നെ അറബി ലുക്കിൽ വളരുന്ന ഇവിടുത്തെ കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാണ്. അതുമാത്രമല്ല നിറച്ച് രോമമുള്ള കുട്ടികളാണ് കേട്ടോ. അതുപോലെ വലിയ മീശയും അതുപോലെ വാലൊക്കെ നല്ല പന്ത് കണക്ക് വളർന്ന് അങ്ങനെ രോമം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭംഗിയെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നല്ല സ്നേഹത്തിനാണെങ്കിലോ ഒരു കുറവും കാണിക്കാത്ത ഉള്ള സ്നേഹവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ അറബി കൺട്രികളിലുള്ള കുട്ടികൾ കേട്ടോ. ഇവരോട് ഇണങ്ങാൻ വളരെ പരിചയം വേണമെന്നില്ല. അവരെ കണ്ടാലും അവർ നമ്മളെ കണ്ടാലും ഓടിയടുക്കുന്ന സ്വഭാവമുള്ള കുട്ടികളാണ്. അതാണ് അവരുടെ സ്നേഹത്തിൻ്റെ പവർ കേട്ടോ. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇവിടുത്തെയുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾ. വേറെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളൊക്കെ താമസിക്കുന്ന ക്യാമ്പുകളിൽ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഖത്തറിൽ നാളെ നോയമ്പ് പെരുന്നാൾ തുടക്കം കുറിക്കുകയാണ്. ഒരുപാട് ക്യാമ്പുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് വിശപ്പടക്കാൻ എവിടെയും പോകണ്ട. ഇവിടെ തന്നെ സമയാസമയങ്ങളിൽ ആഹാരങ്ങൾ എല്ലാവരും കൈ കിട്ടുന്നത് കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇവരുടെ ഈ സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യാതെ അവരെ കാണിക്കുന്നത്. എൻ്റെ കയ്യിലൊക്കെ എന്താ സ്നേഹം കാണിപ്പെന്ന് കണ്ടില്ലേ നിങ്ങൾ. അത്ര നല്ല കുഞ്ഞുങ്ങളും അതുപോലെ കാണാൻ എന്താ ഭംഗി. അതുപോലെ വീഡിയോ ഇടാനുള്ള സമയക്കുറവും അവരെ കണ്ടുപിടിച്ച് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയക്കുറവും എല്ലാം കൂടെ ആയതുകൊണ്ട് വീഡിയോ വരാനൊക്കെ 1-2 ദിവസങ്ങളൊക്കെ ആയിപ്പോകുന്നു കേട്ടോ. ഇവിടെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വരുമ്പോൾ സന്ധ്യയാവുന്നുണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വലിയ പാടാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ പിള്ളേരെ തേടി ഇറങ്ങിയപ്പോഴാണ് ഇതുപോലൊരു സുന്ദരിയെ നമ്മൾ കണ്ടുമുട്ടിയത്. എന്നാൽ പിന്നെ അവളെ തന്നെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം, അല്ലെങ്കിൽ നമ്മളെ കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാനുണ്ട്. ഇനിയും നല്ല നല്ല കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ നല്ല കളറുള്ള നല്ല പെരുമാറ്റമുള്ള കുട്ടികൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കാൻ സമയങ്ങളൊക്കെ എടുക്കും. അങ്ങനെ ജോലിയില്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് ഇതുപോലെ ഇവരെ തേടി ഇറങ്ങുന്നത്. ഇത് നമ്മളൊരു ട്രാവൽ യാത്ര പോലെ ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന ഓരോരോ വീഡിയോകളാണ്. അങ്ങനെയാണ് ഒത്തിരി നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സുന്ദരി കുട്ടിയാണ് നമ്മൾ പരിചയപ്പെട്ടതും അതുപോലെ അവളുടെ സ്നേഹവും വളരെ വലുതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.